ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനെക്കുറിച്ചൊന്നും താനിപ്പോൾ ആലോചിച്ച് വിഷമിക്കണ്ട. അതൊക്കെ സന്ദേശിച്ച് നോക്കിക്കോളും. ഇവളെന്താ കുമ്പിടിയാണോ? ഇവളെ പേടിച്ച ഇങ്ങോട്ട് വന്നത്. ഇപ്പതേ ഇവിടെയും വന്നിരിക്കുന്നു. എന്നാലും ഇൻക്യുബേറ്ററിൽ കിടക്കുമ്പോ എങ്ങനെ പാല് കൊടുക്കുക? ഹലോ, എന്താ അർച്ചനയുടെ സംശയം? കുഞ്ഞിനെങ്ങനെ പാല് കൊടുക്കുന്ന അർച്ചനയുടെ സംശയം? അതൊക്കെ വളരെ നിസ്സാരമല്ലേ. ഇങ്ങനെ പ്രിമച്ചുർ ആയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫീഡ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്താ അത്? ആദ്യത്തെ ഒരു 7 ദിവസം വരെ ഒന്നുകിൽ ട്യൂബ് വഴി കൊടുക്കാം, അതല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കൊടുക്കാം. ഇപ്പോ ഫീഡ് ചെയ്യാൻ അർച്ചനയ്ക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് അതിനൊരു വഴി നമുക്ക് സ്വീകരിക്കാം. അതൊന്നും വേണ്ട. എന്റെ മോൾക്ക് ട്യൂബ് വഴി പാൽ കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ. ഞാൻ പറഞ്ഞു തീർന്നില്ല. അതുമല്ലെങ്കിൽ ഇവിടെ മിൽക്ക് ബാങ്ക് ഉണ്ട്, അവിടെ നിന്നുള്ള ഒരു ഡോണറെ ഉപയോഗിക്കാം. അതിനുള്ള അമ്മമാർക്ക് ഇവിടെ റെഡിയാ. അപ്പോ 7 ദിവസം കഴിഞ്ഞാലോ? അപ്പോഴേക്ക് അർച്ചനയ്ക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കഴിയും. ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് തുടങ്ങിയ പിന്നെ ഒരു കുഴപ്പമില്ല. 2 ആഴ്ച കഴിയുമ്പോൾ മുതൽ സപ്ലിമെന്റ്സിന് സപ്പോർട്ടും കൊടുക്കാം. എനിക്കിതുവരെ അവളെ ഒന്ന് എടുക്കാൻ പോലും പറ്റിയില്ലല്ലോ. അതൊക്കെ ഉടനെ പറ്റും. ഇപ്പൊ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ, പെയിൻ കുറവില്ലേ? ഇപ്പൊ ആശ്വാസമുണ്ട്. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. എനിക്കൊരു പേഷ്യന്റിനെ കാണാനുണ്ട്. സച്ചി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ആ, ഞാനുണ്ടാവും. എന്നാ ശരി. ഇനി നിനക്ക് ആ കുഞ്ഞിന് ഒരിക്കലും പാല് കൊടുക്കേണ്ടി വരില്ല. നീയും സച്ചിയും കൂടി ഇവിടെ കുഞ്ഞിന്റെ കാര്യം സ്വപ്നം കണ്ടിരിക്കെ. അതിന്റെ കാര്യം ഞാൻ ഇപ്പൊ തീർക്കാം. ഇനി താനെന്തിനു വിഷമിക്കുന്നേ? സന്ദേശം പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അതല്ല സച്ചേട്ടാ, നമ്മുടെ മോളെ ഞാൻ ഇത്രയും നാളും എന്റെ വയറ്റിൽ ചുമന്നോണ്ട് നടന്നല്ലേ. ഏതൊരമ്മയും കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. താൻ എന്താടാ ഈ പറയുന്നേ? സച്ചേട്ടനൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്താന്ന് മനസ്സിലായണേ. പ്രസവവേദനയുടെ മയക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോ നഴ്സ് കുഞ്ഞിനെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കും. കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരമ്മ അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. ഇത്രയും നാള് ചുമന്നുകൊണ്ട് നടന്ന കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുമല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മ കുഞ്ഞിനെ ആറോട് ചേർത്ത് പാല് കൊടുക്കും. ഏത് പെണ്ണും കൊതിക്കുന്ന ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. അതിനപ്പുറമായിട്ട് ഒരു സംതൃപ്തിയും സന്തോഷവും മറ്റൊന്നുമില്ല. പക്ഷെ ആ സന്തോഷം അനുഭവിക്കാൻ
ദൈവം എനിക്ക് ഇതുവരെയും ഭാഗ്യം തന്നില്ലല്ലോ സച്ചേട്ടാ. എനിക്ക് മനസ്സിലാവും തന്റെ വിഷമം. 2 ദിവസം കൂടി കഴിഞ്ഞാൽ തനിക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റും. വിഷമിക്കാതറോ, ഞാനില്ലേ കൂടെ. നീ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പോവാ? നിന്നെ ആരാ ഇതിനകത്ത് കയറ്റിവിട്ടെ? എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഉദ്ദേശവുമില്ല. ഞാൻ അർച്ചനെ ഒന്ന് കാണാൻ വന്നതാ. കൂട്ടത്തിൽ ഇതിനെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. പിന്നെ സാഹചര്യം ഒത്തു കിട്ടിയാ ഇതിനെ അങ്ങ് തീർത്ത് കളയാന്നും വിചാരിച്ചു.